സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകളുണ്ട്, എല്ലാം ഒന്ന് നോക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ദെൻ നോക്കാം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ് എന്നുള്ളത്. സെൻസെക്സും നിഫ്റ്റിയും സിംഗിൾ ഡേയിൽ ഏറ്റവും വലിയ ഗെയിൻ, 3 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഒരു ദിവസമാണ് ഈ എക്സിറ്റ് പോൾ ദിവസം. നാളെ റിയൽ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് വരാനിരിക്കെ ഇന്ന് തന്നെ നിഫ്റ്റിയൊക്കെ 800 പോയിന്റിലധികം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. വെള്ളിയാഴ്ചകളിൽ കോൾ പൊസിഷൻ ഹോൾഡ് ചെയ്തവരൊക്കെ കോടീശ്വരന്മാരായിട്ടുണ്ടാവും. ഇനി പുട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്ത കോടീശ്വരന്മാർ ഇപ്പോൾ ലക്ഷപ്പെറുവക്കളായിട്ടുണ്ടാവും. എന്തായാലും 14.2 ലക്ഷം കോടി രൂപയുടെ സമ്പത്താണ് ഇൻവെസ്റ്റേഴ്സിനായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് വന്നെത്തിയത്. എന്തായാലും വളരെ മനോഹരമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായ. കാരണം കംപ്ലീറ്റ്ലി ഒരു കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് പോയി എന്ന് തന്നെ പറയാം. ഗ്യാപ്പ് അപ്പ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്തവർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഇൻഡെക്സിലൊന്നും കാര്യമായ ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. FIIs അവരുടെ ഷോർട്ട് പൊസിഷൻസ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത രാവിലെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ മികച്ചൊരു തീരുമാനമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദെൻ അശോക ബിൽഡ്കോൺ ഇന്ന് 6.5% ഒരു റാലി രേഖപ്പെടുത്തി. അവർക്ക് മഹാരാഷ്ട്രയിൽ 2153 കോടിയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ സുസ്ലോൺ ഇന്ന് 5% ഒരു റാലി രേഖപ്പെടുത്തി. ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് കമ്പനീസ് സുസ്ലോണിൻ്റെ സ്റ്റോക്ക് 58 രൂപ 50 പൈസ വരെ റാലി ചെയ്യാൻ സാധ്യതയുണ്ട്. അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു കമ്പനിയാണ് എന്ന രീതിയിൽ ഒരു ബൈ കോൾ പ്രൊഡ്യൂസ് ചെയ്തതോടുകൂടിയാണ് ഈ സ്റ്റോക്ക് ഇത്രയധികം റാലി ചെയ്യാൻ തുടങ്ങിയത്. പവർ ഗ്രിഡിൻ്റെ സ്റ്റോക്ക് ഇന്ന് ശരിക്കും എക്സിറ്റ് പോൾ ആഘോഷിക്കുകയായിരുന്നു. കാരണം എക്സിറ്റ് പോളിൻ്റെ മാത്രം ബേസിൽ 12% ഈ സ്റ്റോക്ക് കയറിപ്പോയിട്ടുള്ളത്. അത്ഭുതകരമാണ് അത്രയും വലിയൊരു മൂവ്മെൻറ്റ്. ഹാല്, ഭാരത് ഡൈനാമിക്സ്, ബെല്ല്, അതേപോലെയുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മിലിറ്ററിയായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ഇന്ന് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം എക്സിറ്റ് പോൾ മാത്രമാണ്. റൂളിംഗ് പാർട്ടിക്ക് കണ്ടിന്യൂറ്റി കിട്ടും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സ്റ്റോക്കുകളിൽ നല്ല മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസ് സ്റ്റോക്ക് ഇന്ന് 8% കയറിപ്പോയിരിക്കുന്നത്. അവർക്കൊരു സോഷ്യൽ ലോൺ $468 മില്യൺ സോഷ്യൽ ലോൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും അത് കയറിപ്പോയി. ഷിപ്പിംഗ് കോർപ്പറേഷൻ, IDIB ബാങ്ക്, ഈ 2 സ്റ്റോക്കുകൾ ഇന്ന് പ്രൈസ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയാണെങ്കിൽ, അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യയും IDIB ബാങ്കും ഗവൺമെൻറ് കയ്യിൽ നിന്നും ഒഴിവാക്കും എന്നൊരു വാർത്തയാണ് ഈ 2 സ്റ്റോക്കുകളും ഇത്രയും കയറി പോകാൻ വേണ്ടിയിട്ട്. അതായത് ആദ്യത്തെ 100 ഡേ പ്ലാനിൽ 2 കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് വയ്ക്കുക എന്നതാണ് ന്യൂസുകൾ വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്റ്റോക്കുകൾ ഇങ്ങനെ കയറിപ്പോയിരിക്കുന്നത്. അരബിന്ദോ ഫാർമ ഇന്ന് 4% റാലി ചെയ്തു. അതിൻ്റെ ഒരു എന്താ പറയുക, MSD എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ കമ്പനിയായിട്ട് മരുന്ന് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ബജാജ് ഓട്ടോ സ്റ്റോക്സ് ഇന്ന് 4% കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ദിവസമാണ് അവർ ഈ സ്റ്റോക്ക് പറന്നുയർന്നു പോകുന്നത്. കാരണം മെയ്യിലെ സെയിൽസ് വലിയൊരു സംഭവമൊന്നും ആയിരുന്നില്ല, ഒരു ശരാശരി റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് കൂടി ആ സ്റ്റോക്ക് കയറിപ്പോയിട്ടുണ്ട്. SBI ഇന്ത്യയിലെ 8 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള 7ാമത്തെ കമ്പനിയായി മാറാൻ പോവാണ്. മിക്കവാറും ഏതാനും ദിവസം കൊണ്ട്, നാളെയും മാർക്കറ്റിൽ ഇതേപോലെ റാലി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും SBI 8 ലക്ഷം കോടി എന്ന ഒരു മൈൽ സ്റ്റോൺ കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഈവനിങ്ങിൽ ഇത്രപോലെയും വാർത്തകൾ മാത്രമാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് മറ്റ് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റകൾ നോക്കാം. US മാർക്കറ്റ് ക്ലിയർലി ക്ലോസ് ചെയ്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ്. കൂടുതലും ഒരു ഡോ ജോൺസ് 574 പോയിന്റിന് റാലി രേഖപ്പെടുത്തി. S&P 500 42 പോയിന്റ് ഗ്രീനിലാണ്. നെസ്ഡാക്ക് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് കറൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പറായിട്ട് ഗ്രീനിൽ തന്നെയാണ്. നല്ല രീതിയിലൊരു ഗ്രോത്താണ് അതിൽ വരുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,494 ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും 27 പോയിന്റ് മുകളിലായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി ഗ്രീനിലാണ്, ഹാങ്സെങ്ങും
ഗ്രീനിലാണ്. അതായത് ഓവറോൾ എല്ലാ മാർക്കറ്റും നല്ല ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 807 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കൊടുത്തത്. ഇൻട്രാഡേയിൽ 277 പോയിന്റിന്റെ അഥവാ 1.19% മൂവ്മെന്റ് ആണ്, അപ് ഡൗൺ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 23,338 നിന്ന് 74 പോയിന്റ് നഷ്ടത്തിൽ 23,264 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ബുള്ളിഷാണ് എന്ന് പറയാം. പക്ഷേ നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ ഇനിയിപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തിരിച്ചിറങ്ങി പോകുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകളിൽ 16 ഇന്ന് ലാഭത്തിൽ അവസാനിച്ചു, 34 നഷ്ടത്തിൽ അവസാനിച്ചു. അദാനി പോർട്സ്, SBIN, NTPC, പവർ ഗ്രിഡ് ഈ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചത്. അതേസമയത്ത് ഏഷ്യർ മോട്ടോഴ്സ്, LTIM, HCL ടെക്, സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ ശരിക്ക് താഴോട്ട് വലിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ, 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 225 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത്. ഈ മാസം, അതായത് ജൂൺ മാസത്തിൽ നിഫ്റ്റി ഇന്ന് ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്, 74 പോയിന്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നൊരു 100 പോയിന്റിൻ്റെ അടുത്ത് നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ മന്ത്ലി ചാർട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലുള്ള ചില സിഗ്നലുകൾ നിങ്ങൾക്ക് തരും മാർക്കറ്റിൻ്റെ ഡിറക്ഷനിൽ. സോ ഒന്ന് നോക്കിക്കൊള്ളുക. ഇന്ത്യ വിക്സ് ഇന്ന് 14.88% കുറയാണ് ചെയ്തിട്ടുള്ളത്. 26% കുറഞ്ഞിരുന്നു, പിന്നീട് അത് തിരിച്ചു കയറിയതാണ്. അതായത് ഇന്ത്യ വിക്സ് ഇന്ന് 17.77 വരെ കണ്ട് ഇറങ്ങി വന്നിരുന്നു. ആ സമയത്തൊക്കെ ഓപ്ഷൻ്റെ പ്രീമിയം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് തിരിച്ച് കുറച്ചൊന്ന് കയറിപ്പോയി എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ ക്ലോസിങ് 20.94 നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. അതുമാത്രമല്ല പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്ന ഒരു പ്രത്യേകത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 50,890 90 പോയിന്റ് ലാഭത്തിൽ 50,980 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 22,600 ക്ലോസ് ചെയ്തിട്ട് 4 പോയിന്റ് നഷ്ടത്തിൽ 22,596 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 76,469 സെൻസെക്സ് 76,583 ഓപ്പൺ ആയിട്ട് 114 പോയിന്റ് നഷ്ടത്തോടെ 76,469 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,757 ഓപ്പൺ ആയിട്ട് 33 പോയിന്റ് നഷ്ടത്തിൽ 11,724 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്ന് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $76.95. ഗോൾഡ് റേറ്റ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $2,333 ഗോൾഡിൻ്റെ റേറ്റ്. USD INR റേറ്റ് നല്ല രീതിയിൽ ഇന്നലെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 83 രൂപ 14 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസായിട്ടില്ല. സോ നമുക്ക് നാളെ രാവിലെ നോക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് 8.4% സൂപ്പർ റാലി ഇന്ന് രേഖപ്പെടുത്തി. എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നോർമൽ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് കുതിക്കുമ്പോൾ ഗോൾഡ് താഴോട്ട് പോകാറുണ്ട്, സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നൊരു പ്രവണത തന്നെയാണ്. സോ എല്ലാ സെക്ടറുകളും ഇന്ന് ബാങ്ക് ബീസ് ഇന്ന് 4.19% ഹയസ്റ്റ് റാലിയും രേഖപ്പെടുത്തി. ETF ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ PFC ഇന്ന് 13.51% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ആസ്റ്റർ DM 2.62% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. PFC, REC ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ബറോഡ, അദാനി പോർട്സ്, കോൺകർ, SBIN, NTPC, പവർ ഗ്രിഡ്, ഹിന്ദ് പെട്രോ, ONGC, അദാനി എന്റർപ്രൈസസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്റ്റർ DM, ഏഷ്യർ മോട്ടോഴ്സ്, AU ബാങ്ക്, HCL ടെക്, സൺഫാർമ, ഏഷ്യൻ പെയിന്റ്സ്, ബ്രിട്ടാനിയ, ഡോക്ടർ റെഡ്ഡി, ഇൻഫി, ഡിവിസ് ലാബ്, HDFC ലൈഫ്, നെസ്ലെ ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1496 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലും 825 സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR 0.89 ആണ് വന്നിരിക്കുന്നത്. ദെൻ 23,264 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 186 പോയിന്റ് മുകളിലായിട്ട് 23,450 സ്പോട്ട് പ്രൈസ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 24,000 1,08,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ 22,500 56 ലക്ഷം കോള് മാത്രമാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 22,500 ബാങ്ക് നിഫ്റ്റിയുടെ PCR ഇവിടെ രജിസ്റ്റർ ആയിട്ടില്ല. സോ 50,980 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് 495 പോയിന്റ് മുകളിലായിട്ട്
51,475 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 52,000 21 ലക്ഷം കോൾ മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 50,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. അവിടെ 15 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുകയാണെങ്കിൽ ആകപ്പാട് 2 കമ്പനികളെ നാളത്തേക്കുള്ളൂ. NACL ലിമിറ്റഡ്, മഷീനോ പ്ലാസ്റ്റിക്സ്, ഈ 2 കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ കൊറിയ ഇൻഫ്ലേഷൻ റേറ്റ്, UK BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ, ഇന്ത്യ ജനറൽ ഇലക്ഷൻ റിസൾട്ട്സ്, ജപ്പാൻ 10 ഇയർ JGB ഓപ്ഷൻ, ജർമ്മനി അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഈ മാസത്തെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ഞങ്ങൾ ലോസിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 15 ട്രേഡിൽ നിന്നും 1:0.4 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 1.54% അഥവാ 9,235 രൂപയുടെ ലോസാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ 2.2% ലോസാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 3.7% ലോസാണ്, ഫിൻ നിഫ്റ്റിയിൽ 3.5% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 5.8% ലോസാണ്. സെൻസെക്സിൽ ഇന്ന് 873 രൂപ 0.8% ലോസാണ്. ബാങ്ക് എക്സും സ്റ്റോക്ക് എക്സും ഇന്ന് ട്രേഡ് ചെയ്തിട്ടില്ല. ഈ മാസം ഇതുവരെയായിട്ട് സെയിം റിസൾട്ട് തന്നെയാണ്. 1.54% ലോസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ആയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. മിഡ് ക്യാപ്പിൽ ഇന്ന് നമ്മൾ ഡേ ഹൈ വരും, അല്ലെങ്കിൽ റാസ് ലെവൽസിൻ്റെ R3യുടെ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് ഇറങ്ങി വന്നു. R4 എക്സ്റ്റെൻഡഡ് ലൈൻ വരച്ചപ്പോൾ R4ൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ആയി, പിന്നെ താഴെ വന്ന് R3യിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് R4ൽ എവിടെയാണോ ഓപ്പൺ ആയത് അവിടത്തേക്ക് തന്നെ തിരിച്ച് കയറിപ്പോയിട്ട് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്, ലെസ് ദാൻ 100 ഒരു 94-95 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് ഇതിനകത്ത് കിട്ടിയത്. സോ വലിയ സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല. എന്നാൽ ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ഔട്ട് ഓഫ് റേഞ്ച് ആണ് ട്രേഡ് പോയിട്ടുള്ളത്. സോ അതിലും വലിയൊരു സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല. ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ മാസത്തെ ടാർഗറ്റ് 23,329 ആയിരുന്നു. ഇന്ന് കൃത്യമായിട്ടും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി. എന്തായാലും കഴിഞ്ഞ മാസം അത് കിട്ടിയില്ല, പക്ഷേ ഈ മാസം ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. 329 ആയിരുന്നു, മാർക്കറ്റിൽ നിന്ന് 338 വരെ കയറി പോയിട്ടുണ്ട്. എക്സാക്ട്ലി ആ വാല്യൂ വരെയും പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ദെൻ ഈ മാസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ റാസ് ലെവൽസ് നിങ്ങൾക്ക് മന്ത്ലി ഇന്നലെ ഞാൻ എല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 23,499 വരെയാണ് നിഫ്റ്റി ഒരു ഹയർ സൈഡിൽ ഈ മാസം കയറിപ്പോകേണ്ടത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 800 പോയിന്റ് കയറിപ്പോയത് കൊണ്ട് തന്നെ ഇത് എവിടെ വരെ പോകും എന്നുള്ളത് കൃത്യമായി പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിഫ്റ്റിയുടെ ഈ മാസത്തെ റാസ് ലെവൽസിൻ്റെ ലെവൽസ് നോക്കുകയാണെങ്കിൽ R3 വരുന്നത് 24,404, അതായത് ഏകദേശം 1000-ലധികം പോയിന്റ് ഇനിയും കയറി പോകാനുണ്ട്. റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം ടാർഗറ്റ് വരേണ്ടത് 23,400, അതായത് 23,500 അതിൻ്റെ മുകളിലേക്ക് റാസ് ലെവൽസിൻ്റെ ലെവൽസ് പോയിട്ടുണ്ട്. സോ രണ്ടിൽ ഏതെങ്കിലും ഒരു ഹൈ നമുക്ക് ഒന്നുകിൽ 24,404 അല്ലെങ്കിൽ 23,499 നോക്കാം ഏതാണ് വരുന്നത് എന്നുള്ളത്. അതേപോലെ സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഒരു ഡോജിയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെയും ടാർഗറ്റിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. സെൻസെക്സിൻ്റെ R3 അല്ലെങ്കിൽ റാസ് ലെവൽസ് ജൂൺ മാസത്തിൽ മാക്സിമം പോകേണ്ട ഒരു ലെവല് 77,484 അല്ലെങ്കിൽ 77,500 അതിൻ്റെ അടുത്ത് 76,599 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ലെസ് ദാൻ 1000 പോയിന്റ് മാത്രമേ ഉള്ളൂ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പിൻ്റെ ടാർഗറ്റ് വരുന്നത് 12,142 ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ റാസ് ലെവൽസിൻ്റെ R3 എന്ന് പറയുന്നത് 12,789. ഇതിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഫിനാൻസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് അമ്മാതിരി കുതിപ്പാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സൂപ്പറായിട്ട് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് അതിൻ്റെ 51,502 ഈ മാസത്തെ മാക്സിമം പോകാനുള്ള ഒരു റേഞ്ച്. മാർക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് പോകില്ല എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റാസ് ലെവൽസ് പ്രകാരം അതാണ്. ഇനി ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് അതിൻ്റെ എല്ലാ ലെവൽസും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ഒറ്റ ചാട്ടത്തിൽ. ഇനി ഫർദർ ഔട്ട് ഓഫ് ദ റേഞ്ച് ട്രേഡ് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നിഫ്റ്റി ഫിൻ സർവീസസ് ഈ മാസം പോകേണ്ട 23,500 സോ കുറച്ച് പോയിന്റുകൾ കയറി കഴിഞ്ഞാൽ അതും അവിടെ എത്തും. എന്തായാലും മികച്ച ഒരു ചാട്ടമാണ് ഇന്ന് ചാടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഇവിടെയൊക്കെ ഇതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. ആ ഗ്യാപ്പ് പക്ഷേ നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി കഴിഞ്ഞ മാസത്തെ ഹൈയിലേക്ക് ഇന്ന് ഇറങ്ങി വന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് മുകളിലോട്ട് കയറിയിട്ടുള്ളത്. മോർണിംഗ് സെഷൻ കണ്ടാൽ നിങ്ങൾക്കറിയാം നിഫ്റ്റിയിൽ ഒരു ശരിക്കുള്ള എന്താ പറയുക ഒരു വി ഷേപ്പിൽ കയറിപ്പോകുന്നത് പോലെയുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതായത് മോർണിംഗിൽ ഓപ്പണായി നേരെ താഴോട്ട് വന്നു, തിരിച്ച് പതുക്കെ മുകളിലോട്ട് തന്നെ കയറിപ്പോയി. അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ.
ഇവിടെ ഇന്ന് ഒരു ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഹൈ ആണ് നിങ്ങൾ ഈ പച്ചവര കാണുന്ന 23,110 ആ 110ൻ്റെ മുകളിൽ 23,341 ഓപ്പൺ ആയിട്ട് നേരെ താഴോട്ട് ഇറങ്ങി വന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പതുക്കെ തിരിച്ച് കയറിയിട്ടുണ്ട്. അതിനർത്ഥം നാളെ മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഈവൻ നോക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് സിഗ്നൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു റിക്കവറിക്ക് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് വേണ്ടിയിട്ട് അത് ശ്രമിച്ചിട്ടുണ്ട്. മോർണിംഗിൽ സത്യം പറഞ്ഞാൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നില്ല. നേരെ താഴോട്ട് വന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, ദെൻ അത് മുകളിലോട്ട് പതുക്കെ കയറി വന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ ഏകദേശം ഒരു 2:30 മണിയാകുമ്പോൾ 2 മുതൽ 3:30 വരെ കറക്റ്റ് അപ്പ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 51,106 ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 51,500 നമുക്ക് എത്തേണ്ട ടാർഗറ്റ് ഈ മാസം. നാളെ അതിൻ്റെ മുകളിൽ ഔട്ട് ഓഫ് ദ റേഞ്ച് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർക്കറ്റിൽ ഈ കിട്ടിയിരിക്കുന്ന മികച്ച മൂവ്മെൻറ്റാണ്. നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് കയറിയിട്ടുള്ളത്. സോ ഒരു അപ്പർ മൂവ്മെൻറ്റ് നാളത്തെ ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ആണെങ്കിൽ മികച്ച മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി കഴിഞ്ഞ വീഡിയോയിൽ, ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാനൽ ഇതുവരെയായിട്ട് 11,100 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 12 കമൻറ്റുകൾ വന്നിട്ടുള്ളത്. ഇതെന്താണ് കിഷോർ കുമാർ പറഞ്ഞിരിക്കുന്നത്, എക്സലന്റ് അനാലിസിസ് ഫോർ യുവർ മാർക്കറ്റ്, താങ്ക്സ് സർ. താങ്ക് യു വെരി മച്ച് ബ്രദർ. അലക്സ് പറഞ്ഞ് കാലാവസ്ഥ അനുകൂലമായി തന്നെ കാണുന്നു, അതുകൊണ്ട് 180 രൂപയിൽ വാങ്ങിയ 23,000 CE 50% ക്വാണ്ടിറ്റി ഇന്ന് ലാഭമെടുത്തു. മുടക്കു മുതൽ സുരക്ഷിതമാക്കാൻ സാധിക്കും. കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും. ദെൻ താങ്ക് യു സർ. സർ ചാർട്ട് കാണിക്കുമ്പോൾ അത് എഴുതി കാണിക്കണം. ഇതാണ് ഷുക്കൂർ ഷാനു. ചാർട്ട് കാണിക്കുമ്പോൾ അത് എഴുതി കാണിക്കണം. ഞാൻ ശ്രമിക്കാം ചാർട്ട് കാണിക്കുമ്പോൾ അത് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കുറച്ചധികം മെനക്കെടുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും പരമാവധി നോക്കാം. ദെൻ ഇവിടെ ഹരികൃഷ്ണൻ, ഹായ് സർ. ഓക്കെ, ഇതെന്താണ് അഗ്രിടെക് കൾച്ചർ ട്രാപ്പ് ഇന്ന് കണ്ടു, FIS ബട്ട് വിൻ. എന്താണെന്ന് എനിക്കൊന്നും ക്ലിയർ ആയില്ല. ഹരികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സർ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ, എക്സാമ്പിൾ അപ്സ്റ്റോക്സ്, റോദ, എം സ്റ്റോക്ക്, ആങ്കിൾ 1, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവ ഒരു സന്ദർഭത്തിൽ പൊട്ടിപ്പോയാൽ നമ്മൾ വാങ്ങിയ ഷെയർ സിപ്പ് നമ്മുടെ അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവസ്ഥ എന്താകും ഒന്ന് പറയുമോ? കാർവിയുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അതിനുശേഷം സെബി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത് കേവലം ഒരു ഏജൻറ്റ് മാത്രമാണ്, ഇടയിലുള്ള ഒരു ബ്രോക്കർ മാത്രമാണ് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ. അവരല്ല സൂക്ഷിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി CDSL, NSDL എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അവരുടെ നമ്മൾ സരോദയിലായാലും അപ് സ്റ്റോക്സിലായാലും വാങ്ങുന്ന സ്റ്റോക്കുകൾ അവരാണ് കച്ചവടം നമുക്ക് നടത്തി തരുന്നത്. വാങ്ങിയ സാധനം പിന്നെ പോകുന്നത് CDSL അല്ലെങ്കിൽ NSDLിലേക്കാണ്. CDSL നമുക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ഇത്ര സ്റ്റോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്റ്റോക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് SMS നിങ്ങൾക്ക് ഫോണിൽ വരുന്നുണ്ടാവും. അതുപോലെ സ്റ്റോക്ക് സെല്ല് ചെയ്യുമ്പോൾ CDSLൻ്റെ NSDLൻ്റെ ഒരു TPIN എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ബ്രോക്കർ പൂട്ടിപ്പോയാലും ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോക്കുകൾ സുരക്ഷിതമായിട്ട് CDSL അല്ലെങ്കിൽ NSDLൻ്റെ കൈവശം ഉണ്ടാവും. നമുക്ക് ഏത് സമയത്തും മറ്റൊരു ബ്രോക്കറിലൂടെ അത് ആക്സസ് ചെയ്യാനും സെല്ല് ചെയ്യാനും സാധിക്കും. കൂടാതെ ഈ നിങ്ങൾ CDSLൻ്റെ അല്ലെങ്കിൽ NSDLൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഹോൾഡിംഗ് എത്രയാണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ലൈവായിട്ട് ബ്രോക്കറിൻ്റെ ആപ്പ് തുറക്കാതെ തന്നെ CDSL NSDL തുറന്നു കഴിഞ്ഞാൽ, അവരുടെ ആപ്പ് തുറന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതിനകത്ത് പ്രൈസ് 1 രൂപ 2 രൂപ എന്നേ കാണിക്കുള്ളൂ, കാരണം അതിൻ്റെ ഫേസ് വാല്യൂ ആണ് അവിടെ കാണിക്കുക. പക്ഷേ ക്വാണ്ടിറ്റി കറക്റ്റായിട്ടായിരിക്കും. നിങ്ങൾക്ക് പ്രൈസ് കറക്റ്റ് എത്രയാണ് നമ്മൾ വാങ്ങിച്ചത്, എത്രക്കാണ് വിൽക്കേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോക്കറിൻ്റെ ടെർമിനൽ തന്നെ തുറക്കണം. പക്ഷെ നിങ്ങളുടെ ആ അസറ്റ് എത്രയുണ്ട് എന്നുള്ളത് ഇവരുടെ ഈ NSDL ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്നാണ് അതിന് പറയുക, അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ്, അത് വിശദമായിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. നാളത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നെയാണ്. പക്ഷേ ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സോ കണ്ടറിയാം നാളെ എന്താകും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു വെരി മച്ച്. ശുഭദിനം ഈ ഈവനിങ്ങിൽ പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ.